ഈ സ്ഥലത്ത് കിടന്നുറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? ഓ നല്ല സുഖമാണ്. ഇപ്പൊക്കെ ചൂടും. ചിക്കന് കാണാനൊക്കെ നല്ല രസമുണ്ട് അല്ലേ? നല്ല മസാല ഒക്കെ കയറി പത്തിൻ്റെ സോപ്പ് കോൾഗേറ്റ് ചിക്കൻ മസാല വാങ്ങിക്കണ വെക്കും അറിയില്ല. അരി ഫുള്ളായി പോകുന്നുണ്ട്. 210 രൂപ. ഹായ് ചെയ്യുന്നവരെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാ. അപ്പോൾ ഞങ്ങൾ ധാബയിലാണ്. നല്ലൊരു പഞ്ചാബി ധാബയാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് കിടന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ ഇവിടെയാണ് കിടന്നത്. ധാരാളം വണ്ടികളുണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ടേ? ഒക്കെ കഴിഞ്ഞില്ലേ? എന്താ അരി കഴിഞ്ഞോണ്ടോ? അരിയൊക്കെ ഫുള്ള് തീർന്ന്. ഇന്നലെ ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ അമ്മ തന്ന കുറച്ച് അരിയാണ് ആ കവറിലുള്ളത്. അതുപോലെ പിന്നെ തക്കാളി, പച്ചക്കറി കംപ്ലീറ്റ് അല്ലേ? ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മളുടെ വണ്ടി ഏതാണ്ട് ആ ലോറിയുടെ അപ്പുറത്തായിരുന്നു. നമ്മളവിടെ ധാബയുടെ തൊട്ടടുത്ത് കിടന്നിരുന്നത്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ കുളിക്കാനുള്ള സൗകര്യം കണ്ടപ്പോൾ കുളിച്ചിട്ട് പോകാമെന്ന് കരുതി. വെള്ളം എന്താ മൊത്തം വെള്ളമൊക്കെ അടിപൊളി വെള്ളമാണ്, സൂപ്പർ വെള്ളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് പോവാം എന്ന് കരുതി ഞങ്ങൾ. പിന്നെ ഇന്ന് നമ്മൾക്കിനി നാസിക്കിലേക്ക് എത്താനായിട്ട് നാസിക്കിലേക്ക് നമ്മൾ കയറുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഞങ്ങൾ പരമാവധി ഇത്രയും വലിയ ടൗണുകളിലൊന്നും ഞങ്ങൾ കയറാറില്ല വണ്ടി കൊണ്ട്. കാരണം ഇവിടുത്തെ പോലീസുകാർ ആ കാര്യത്തിൽ വളരെയധികം മോശമാണ്. കയറുന്ന ടൈമിൽ തന്നെ അവന്മാരുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെ കയറുമ്പോൾ തന്നെ കൂട്ടമായിട്ട് നമ്മൾ പിടിക്കും. പിന്നെ നമ്മൾ ബൈക്കാരാണ്. അപ്പോൾ എന്താ വെച്ചാൽ വെറുതെ അതിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി ഞങ്ങൾ ടൗണുകൾ ഒഴിവാക്കാറ്. അതെന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഇവിടുന്ന് ഇനി കുളിയും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ കിട്ടണം, മറ്റു സാധനങ്ങളൊക്കെ കിട്ടണം അല്ലേ? പറ്റുവാണെങ്കിൽ കുറച്ച് ചിക്കൻ കിട്ടുവാണെങ്കിൽ അതും ഒക്കെപ്പാടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്നും നല്ല രീതിയിൽ അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുക്ക് ചെയ്യണം. എന്നാൽ പിന്നെ കുളിക്കുമല്ലേ? എന്നെടുക്ക്, ബക്കറ്റ് എടുക്ക്, മുണ്ടെടുക്ക്. ബ്രഷ് ചെയ്തില്ല. ബ്രഷിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരുപാട് പരിപാടികളുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ നമുക്ക് ഡെയിലി കുളിക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ട്രിപ്പ് പോലെ അല്ല, ഇപ്പോൾ ഡെയിലി കുളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതുവഴിയൊക്കെയുള്ള ധാബകളിൽ കുളിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ ധാബകളിലും ഉണ്ട്. എന്നാൽ തന്നെ ചില ധാബകളിലില്ല. അല്ലാതെ നമ്മളെ ഹൈദരാബാദ് വഴിക്കൊക്കെ ഇങ്ങനെയുള്ള ചില ധാബകളിലൊന്നും ഉണ്ടാവാറില്ല. അതായത് ഇതും തീർന്നു കേട്ടാ. ആ ലെവലായി. അപ്പം കംപ്ലീറ്റ് സാധനം കിട്ടണമല്ലോ. പോകുന്ന വഴിക്ക് അങ്ങനെ വാങ്ങി അങ്ങനെ പോവാം. പല്ല് വെച്ചൊന്ന് കുളിക്കട്ടെ, എന്നിട്ട് തുടങ്ങാം നമുക്ക് യാത്ര. ഇവിടെയൊക്കെ നല്ല പൊടിയാണ് കണ്ട. വണ്ടിയൊക്കെ നല്ല പൊടിയായി സാട്ട് പൊട്ടായി. വണ്ടിനെ ഒന്ന് നമുക്ക് തുടച്ചെടുക്കണം. വണ്ടിനെ ഒന്ന് നൈസായിട്ട് തുടച്ചെടുക്കണം. അത് പൊടി തട്ടണം. പൊടി തട്ടിയാൽ തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഉള്ളിൻ്റെ അവസ്ഥയൊന്നും പറയണ്ട. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ തട്ടാറുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഈ ധാബകളിലും അല്ലാതെയൊക്കെ ഇവിടെ പൊടികൾ ധാരാളം റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഉണ്ട്. റോഡിൻ്റെ പണി നടക്കുന്നതിനൊക്കെ ധാരാളം പൊടികളാണ് കയറുന്നത്. നമുക്ക് എത്ര തുടച്ചാലും പൊടി ഇന്നലെ തുടച്ചാൽ ഇന്ന് തന്നെ ചിലപ്പോൾ ഫുള്ളായിട്ട് കയറിപ്പോകും. അതാണ് അവസ്ഥ. തുടക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറിയിട്ടോ. നമുക്ക് വേറെ എവിടുന്നേലൊക്കെ തുടക്കേണ്ടി വരും. കാരണം ഇവിടെ തുടച്ചാൽ അപ്പം തന്നെ പൊടിയാവും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇനി നമ്മൾക്ക് സാധനങ്ങൾ കുറേ കിട്ടണമല്ലോ. ഇപ്പോൾ കഴിക്കാനൊന്നുമില്ലല്ലോ. സോപ്പും കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ വേണ്ട മാത്രമേ ഉള്ളൂ. നാക്കടെ വാങ്ങാൻ മതി. അവിടെ ഇറങ്ങി നോക്കാം. അപ്പോൾ കാണും എവിടെ നിന്നാണ് കിട്ടുക എന്തൊക്കെയാന്നൊക്കെ. പോയേക്കല്ലേ? അപ്പോൾ ധാബയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. ടാറ്റാ. നാസിക്കിലേക്ക് പോകുന്ന ഹൈവേ ആണ്. അതായത് മുംബൈയിൽ നിന്നും പൂനെയിൽ നിന്നൊക്കെ വരുന്ന ഹൈവേ തന്നെയാണ്. നമ്മൾ പക്ഷേ ഈ ഹൈവേയിൽ നാസിക്കിലേക്ക് പോകുന്നില്ല. അതിന് മുന്നേ ആയിട്ട് നമ്മൾ തിരിയുന്നത് എവിടെ വെച്ചാൽ ലോണാർ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ലോണാർ ലേക്കിലേക്ക് നമ്മൾ ഇന്ന് എത്തില്ല. ചിലപ്പോൾ നാളെ എത്തുമായിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ എത്തും. കാരണം ഇവിടുന്ന് ഏകദേശം 340 കിലോമീറ്റർ
അപ്പോൾ ഞങ്ങൾ ഇതാണ്ടോ, ഇത് തക്കാളി കേട്ടോ. അതായത് കുക്കുവോ, അതെ, നമ്മളുടെ ഒരു പ്രേക്ഷകൻ അതെ, ഒരൊറ്റ കമൻ്റ് ഉള്ളൂ, ഒരൊറ്റ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വന്നിട്ടുള്ളത്. അതെ. ഇതാണ് തക്കാളി കൃഷി. തക്കാളി എങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ. പക്ഷേ ഇവിടെ ആളുകളാരും ഇറങ്ങിക്കഴിഞ്ഞാൽ സീനാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ആളുകളാരുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആളുകളില്ലാത്ത തോട്ടത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇത് തമിഴ്നാട്ടിലേക്കാണ്. ഇതൊരു കമ്പിയാണ്, അല്ല അതൊരു കമ്പിയാണ്. ഇതിങ്ങനെ നീളത്തിന് അങ്ങനെ കെട്ടിയേക്കുവാണ്, അതിനിങ്ങനെ കുത്തു കൊടുത്തേക്കുവാണ്. എന്നിട്ട് തക്കാളി ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ള തൈ വീഴാതെ നിലത്ത്, നമ്മളവിടെയൊക്കെ നിലത്ത് വീണ് കിടക്കുക. നമ്മൾ സാധാരണ വീട്ടിൽ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ വീണ് കിടക്കുക. പക്ഷേ അതിനെ തല പിടിച്ച് ഇങ്ങനെ കെട്ടി മേലേക്ക് നമുക്ക് അങ്ങനെ കെട്ടി വെച്ചേക്കും. കണ്ടോ, നിലത്ത് വീഴാനയക്കില്ല. അങ്ങനെ ഇത് വലിയൊരു തോട്ടമാണ്. ഇതിപ്പോൾ നൂല് കെട്ടി നിർത്തിയതാണെന്നാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട്. ഇപ്പോൾ നൂല് കെട്ടി നിർത്തിയല്ല, പുതിയ നൂലാണ് കണ്ടിട്ട്. അപ്പോൾ വലിയൊരു തോട്ടമാണ്. തക്കാളി ധാരാളം ഉണ്ടായിട്ടുണ്ട്, പഴുത്തിട്ടില്ല. പച്ച തക്കാളിയാണ്, ഒക്കെ പച്ച തക്കാളിയാണ്. പിന്നെ ഇവരുടെ തക്കാളി, ഇതിൻ്റെ തൈ ഉണ്ടല്ലോ, ഇവർ നഴ്സറിയിൽ നിന്ന്, നമ്മുടെ നഴ്സറിയാണല്ലോ, നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട്, ഫാമിൽ നിന്ന് വാങ്ങിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതിന് വേണ്ടി പ്രത്യേക കവറും കാര്യം ഒക്കെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് പോരുന്ന തോട്ടമാണ്. ഇതുപോലെ കൃഷിയായിട്ട് ചെയ്യുന്നവർ ഇത്തരത്തിലൊക്കെ ചെയ്യുവാണെങ്കിലാവും നമ്മൾക്ക് മുതലാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ആളുകളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങ് നടന്നു പോയിരുന്നത്. ഇപ്പോൾ ആളുകളില്ലാത്തതുകൊണ്ട് ഇതുമ്പോൾ തന്നെ അത്യാവശ്യം തക്കാളികൾ, ഇപ്പോൾ ഇതുമ്മലൊക്കെ ഇപ്പം തന്നെ നല്ല തക്കാളികളുണ്ട്. ഇതിലൊക്കെ ഉണ്ട്, എല്ലാമലും തക്കാളി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ മൂത്തിട്ടില്ല. ഇനി മൂത്തത് കാണുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ ഈ തക്കാളി കൃഷി എന്ന് പറയുന്നത്. തക്കാളി കൃഷി നമ്മൾ തമിഴ്നാട് ഓട്ടോ ലൈഫ് ചെയ്തപ്പോൾ 1-2 പ്രാവശ്യം അതിനെ കുറിച്ചുള്ള തക്കാളി തോട്ടം കാണിച്ച് തന്നുകൊണ്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നെ കാണിക്കാഞ്ഞത്. ഇതിലൊക്കെ ധാരാളം തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊരു തക്കാളി, ഉള്ളി ഉള്ള എല്ലാ ഐറ്റംസും ഇതിലെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മുന്നിലേക്ക് പോയേക്കാം. ഇവിടുന്ന് നാസിക്കിലേക്ക് 26 കിലോമീറ്റർ കേട്ടോ. 26 കിലോമീറ്റർ മുമ്പാണ് ഞാനും കുക്കും ഇവിടെ ഇരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഹൈവേ നിന്ന് ഇറങ്ങിയിട്ടൊരു ഗ്രാമത്തിൽ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ലൊണാർ ലേക്കിലേക്ക് ടൗണ് കയറാതെ പോകാനുള്ളൊരു വഴി കാണിച്ചു തന്നത്. ഇവിടെ ചെറിയൊരു പലചരക്കിൻ്റെ കടയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി. ഇവിടെ ചെറിയൊരു കടയാണ്. അതായത് ഈ അരിയാണ് നമ്മൾ വാങ്ങണത്. നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അരിയല്ല, ഇത് കുറച്ച് അങ്ങോട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മുടെ എല്ലാ അരികളും മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നു. 3 കിലോ അരി വാങ്ങുന്നുണ്ട്. അത്ര നമുക്ക് ആവശ്യം വരുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വരും. നല്ല തീറ്റ തന്നെയുണ്ട് നമ്മൾ. ക്യാമറ നോക്കട്ടെ ചോദിച്ചതാണ്. ചെറിയ ക്യാമറയാണ്. ഓക്കെ, ചെറിയൊരു പലചരക്ക് പീടികയായിട്ടത്. അദ്ദേഹത്തിൻ്റെയാണ് കട. മകളുടെ കുട്ടിയാണ് തോന്നുന്നത്. മകളുടെ കുട്ടിയാണെന്ന് തോന്നുന്നത്. കുത്തിനൊക്കെ എടുക്കുന്നുണ്ടോ? कैमरामैन ये क्या काम करता है? പത്തിൻ്റെ സോപ്പ്, കോൾഗേറ്റ്, ചിക്കൻ മസാല വാങ്ങിക്കണ വെക്കും അറിയില്ല. അരി ഫുള്ളായി പോകുന്നുണ്ട്. 210 210 രൂപ. ഗൂഗിൾ പേ. ഇപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും അരിക്ക് 1 കിലോന് 60 രൂപ കേട്ടോ. അരിക്ക് നമ്മുടെ നാട്ടിലത്തെ അരി ഇവിടെ ഇല്ല. പിന്നെ അതെന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ അരിക്കൊക്കെ ഭയങ്കര വിലയാണ്. കുറച്ചുകൂടി നല്ല അരിയാണ്. ഉണ്ടോ അറിയില്ല. നമ്മൾ ഇതേപോലെ ഒരു പ്രാവശ്യം അരി വാങ്ങിയിട്ട് അത് നമ്മൾ കഴിച്ചില്ലല്ലോ. കഴിച്ചില്ല, നമ്മൾ ഉണ്ടാക്കിയില്ല. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഇല്ല. വീട്ടിലേക്ക് എത്തി. ഇനി ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഉണ്ടാക്കിയിരിക്കും. ഇന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കും. കാരണം നമ്മൾ ഇതുവരെ കുക്ക് ചെയ്തില്ലല്ലോ. കുക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കുക്ക് ചെയ്യും. രാവിലെ ഒന്നും കഴിച്ചില്ല, ചായ പോലും കുടിച്ചില്ല. അപ്പം ഞങ്ങൾ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാം എന്ന് കരുതി ഉണ്ടാക്കുവാണ് ചായ. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന തൊട്ടപ്പുറത്ത് തന്നെ ഗോതമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരാലാണ് കണ്ടോ, വലിയൊരാലാണ്. ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ. കാരണം നമ്മൾ ചായ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ചായക്ക് കടി ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. പിന്നെ ചെറിയൊരു ബിസ്ക്കറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9 മണി ആയില്ല, 8:30 8:45 ആവുന്നുള്ളൂ. ഇതുണ്ട ഫുള്ളായിട്ട് ഗോതമ്പിൻ്റെ പാടമാണ്. ഫുള്ളായിട്ട് ഗോതമ്പും പാടമാണ്. നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ളൊരു ഗ്രാമീണ ഭംഗി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണിച്ചു തരുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇത്തരം യാത്രകൾ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ
നമ്മൾ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി കിട്ടും. അഥവേ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരുതും നമുക്കൊന്നുകൂടി നല്ല ക്ലിയർ നല്ലൊരു മനോഹരം നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലത്ത് പോയിരുന്ന് കുക്ക് ചെയ്യാം. അത്തരത്തിലുള്ളൊരു സ്ഥലമാണത്. നമുക്ക് യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. കാരണം ഇവിടെയുള്ള ഈ മൂന്ന് ആലുകളും അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഗോതമ്പ് പാടവും ഇപ്പുറത്ത് നല്ല ചോളവും കരിമ്പും എല്ലാം കൃഷി ചെയ്ത് അങ്ങോട്ട് വലിയൊരു മലനിരയുണ്ട്. അവിടെ ചെറിയൊരു ഗ്രാമമുണ്ട്, കുറച്ച് വീടുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ കുക്കിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഇവിടെ ചോറും കൂടി ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ. ചോറും കൂടി ഉണ്ടാക്കിയാതായില്ലേ, നമ്മളുടെ ഒരു സൗകര്യം കൂടി നമ്മൾ നോക്കണ്ടേ. നമുക്ക് ചോറും കൂടി ഇവിടുന്ന് ആയി കിട്ടുവാണെങ്കിൽ ഉഷാറാണ് അല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല കഞ്ഞിയിലും കുടിക്കാമല്ലോ. അതെ, കഞ്ഞി. പുതിയ അരിയാണ്, എന്താ മട്ടാവല്ലേ വേവേ. എത്ര ഇടണത്? ഇത് 2 ഇടണേ? 2 ഇടല്ലേ. അതുപോലെ തന്നെ 2 മുട്ടയും കൂടി പുഴുങ്ങാം അല്ലേ, അതിനാട്ടല്ലേ. എന്താ വെച്ചാൽ അഥവാ നമുക്ക് ഇനി ചിക്കൻ കിട്ടാത്ത സാഹചര്യമൊക്കെ വരുവാണെങ്കിൽ ചെറിയ തക്കാളി കറിയോ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. കുഴപ്പമില്ലല്ലോ. അല്ല, ചിക്കൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളിയാവും. അപ്പം അരി അടുപ്പത്ത് വച്ചിട്ടുണ്ട്, തീം ഇട്ടിക്കണം അല്ലേ. ഇനി ഓരോ ഗ്ലാസ് ചായ എടുക്ക്, അതിനുള്ളല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. കൊണ്ട കൊണ്ട കൊണ്ടാടാ കൊണ്ട കൊണ്ടാടാ മതി മതി മതി. അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ വലി ഇങ്ങനെ വലിക്കുക. താമ്പ ഇന്നത്തെ ചായ അടിപൊളി കേട്ടോ, കളറാ കണ്ട. കട്ടൻ ചായയാണ്, കട്ടൻ ചായ. പാൽപ്പൊടി വാങ്ങണം എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. പാൽപ്പൊടി വാങ്ങണം. അതുപോലെ അടുത്ത ട്രിപ്പിനെ ഞാക്കുള്ളൂ. അടുത്ത ട്രിപ്പിന് ഒരുപാട് തിന്നാൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുകൊണ്ടാണ്. ഇതുപോലെ ഒന്നും ആവില്ല, കുറച്ചുകൂടി സെറ്റപ്പ് ആക്കണം നമ്മൾ പരിപാടി. ഇത് നമ്മൾ ആദ്യമായിട്ട് വെക്കുകയാണ്. 2 പാട്ടായി ഇട്ടിട്ടുണ്ട്. എന്താ അവസ്ഥ വരും അറിയില്ല. ഒരു മുട്ട, ഇത് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള മുട്ട കേട്ടോ. 2 മുട്ട. മുട്ടക്കൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടോ? മുട്ടയൊക്കെ കുലുങ്ങുണ്ട്. നാളത്തെ മതിയാവോ? നാളത്തെ ഉണ്ടാക്കിയിട്ട് അത് കേടായിരുന്നു. ഇത് കുലുങ്ങുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം, പോയാ പോട്ടെ. എന്താ കുലുക്ക എന്താ അറിയാലോ. എന്നാ കേക്ക് കുലുങ്ങുണ്ട് മുട്ട. എന്താ ഇനി ചേട്ടാ ശ്രദ്ധിച്ചില്ലല്ലേ, ശ്രദ്ധിച്ചില്ല. ഞാൻ എന്താ മുട്ടത്തെ കുലിക്കണോ? ഭയങ്കര കോമഡി. ആക്ക മതി, അതിനെ കേക്ക് പൊട്ടിച്ചല്ലേ. മതി കേട്ടേ. ആ അല്ലേ, ഇവിടുന്ന് വാങ്ങിയ മുട്ടയാണതേ. നമ്മൾ ഇവിടുന്ന് ഇന്നലെ വാങ്ങി. ഇന്നലെ ഇന്നലെ ഷൂ വാങ്ങി കൊടുത്ത് ഞങ്ങൾ ഷൂ വാങ്ങാൻ പോയില്ല. അപ്പോൾ അവിടെ കണ്ടപ്പോൾ അവിടെ നിന്ന് 2 മുട്ട വാങ്ങിയതാണ്. അതിപ്പോൾ നാശമായി ചെയ്തു എത്ര പെട്ടെന്ന്. വെന്തീണതേ. ഞാൻ ഓവറാക്കണ്ട, അത് മതി. ഇതൊരു എന്താ നമ്മളുടെ പച്ചരി പോലത്തെ നല്ല രസമുള്ളൊരു അരിയാവും. ആ മുട്ട ഒന്ന് എടുത്തൊന്ന് തൊലിച്ച് നോക്കണം കേട്ടോ, ഊറ്റിയിട്ട്. ഓഫാക്കാം. ഉള്ളിയും തക്കാളിയും പച്ചക്കറി കംപ്ലീറ്റ് കിട്ടാനല്ലേ ഒക്കെ കിട്ടാൻ. അപ്പോൾ അതൊക്കെ കിട്ടുന്നൊരു മാർക്കറ്റ് അല്ലെങ്കിൽ അത് കിട്ടുന്നൊരു ഏരിയക്ക് ഞങ്ങൾക്ക് എത്തണം. എന്നാൽ മാത്രമാണ് ഉച്ചയ്ക്ക്. ഇല്ലെന്നാണെങ്കിൽ പുഴുങ്ങിയ മുട്ടയും പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് വില്ലേജിൽ നിന്ന് പറഞ്ഞാൽ മാങ്ങ ഉണ്ട്. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഒന്നുമില്ലെങ്കിൽ മാങ്ങ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇന്നലെ അവർ മാങ്ങ തന്നിട്ടുണ്ട്. കഞ്ഞിവെള്ളം നമ്മൾക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ഒരു ഫ്ലാസ്കൊക്കെ പിടിക്കാം അല്ലേ. പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കലില്ല. ഫോട്ടോ എടുത്ത് തരാം. പ്ലേസിലാണ് ചിരിക്കണേ ചേട്ടാ. അനക്കിപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ രസം അറിയാത്തത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ അത് വേറെയാണ്. ഫോണിൽ ഫോട്ടോ എടുക്കാം. ഫോണിൽ കുക്കുന്ന ഫോട്ടോ വേണം പോലെ ഒന്ന് എടുത്തെടുക്കാം കേട്ടോ. ബാക്കിയൊക്കെ സെറ്റാക്കിയിട്ട് ഇനി ഒന്നും വെക്കുകയല്ല, ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ്. യാത്ര നമ്മൾ ഇതുവഴി ബാക്കിക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചിക്കൻ കിട്ടും നോക്കണം, പിന്നെ പച്ചക്കറി കിട്ടും നോക്കണം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും നോക്കണം. ഒക്കെ പോകുന്ന വഴിക്ക് കിട്ടുവാണെങ്കിൽ ഒക്കെ നിങ്ങളും കാണും. പോയോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കാണുന്നത് ഒരു നദിയാണ്. അതാണ്ടോ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയാണ്, ഒരു കാഴ്ചയാണത്.
നമ്മൾ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങി ചെല്ലുന്നില്ല. കല്ലുകൊണ്ട് പടുത്ത്, അതായത് കരിങ്കല്ല് കൊണ്ട് കല്ലട്ടികൾ വെച്ച് തുണികളും ഷീറ്റുകളും കൊണ്ടൊക്കെ മറച്ച് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല കേട്ടോ. ഇതൊരു നദിയാണ്. ഈ നദിക്ക് ഒരുപാട് ഷട്ടറുകളുള്ള വലിയൊരു പാലമുള്ള വലിയൊരു നദിയാണ്. നല്ല മനോഹരമായിട്ടുള്ള നദിയാണ്. പക്ഷേങ്കിൽ ഇപ്പുറത്തുള്ള ഈ ഒരു കാഴ്ച നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നൊരു കാഴ്ചയാണ്. ഒരുപാട് പേരില്ലേ, ഒരുപാട് 12ഓളം വീടുകൾ അവിടെ ഉണ്ടാവും. 12ഓളം വീട് അവിടെ മാത്രമല്ല നോക്കുക. ഇവിടെ ഇവിടെ നോക്കാം, ഈ ഷെൽട്ടർ ഉണ്ടോ? അപ്പോൾ ഇവിടെ തന്നെ ഇതേപോലെ ഷെൽട്ടറാണ്. അതിൽ തന്നെ ഒരു നദിയുടെ ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്താ അറിയില്ല. അതിൻ്റെ തൊട്ട് കരയിലെന്ന് പറഞ്ഞാൽ തന്നെ കരയിൽ നിന്ന് അടിയിച്ച് കിടക്കുന്ന ഒരു ഗ്രാമമാണത്. വളരെ എന്താ പറയുക, ശോചനീയാവസ്ഥയാണ്. ഷീറ്റുകൾ വരെ കീറി പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ ഈ ബോട്ട് രക്ഷയൊക്കെ വരുമ്പോൾ ഒരു കുടം കൊണ്ട് കൊടുത്താൽ പോലും ബോട്ട് കൊടുക്കും. കാരണം അതുപോലും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ ഓരോ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ കാണാൻ വേണ്ടി കഴിയും. ഗ്രാമത്തിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ അത് മോശമായി എന്നൊക്കെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പറയാം. കാരണം അവരുടെ ഒരു നിസ്സഹായത അവസ്ഥ, അവരതിൽ അലിഞ്ഞു ചേർന്ന് പോയിട്ടുണ്ട്. ഈ ഒരു ഗ്രാമം, ഈ ഒരു വഴി എന്ന് പറയുന്നത് ധാരാളം ഗ്രാമങ്ങളും കൃഷികളും ഇതുപോലത്തെ ഡാമുകളും നദികളും അരുവികളും ഒക്കെ ഉള്ളൊരു വലിയൊരു ഗ്രാമമാണ്, വലിയൊരു ഏരിയയാണ്. അങ്ങനെ ഈ ഉൾഗ്രാമത്തിൽ നിന്നും നമ്മളെ വീണ്ടും മെയിൻ റോഡിലേക്ക് കയറുകയാണ്. ഈ റോഡിൽ നമുക്ക് 10-26 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ നമുക്കേ ചിക്കൻ കട കണ്ടുകിട്ടി വണ്ടി തന്നെ നോക്കണം. ചിക്കൻ കട കണ്ടുകിട്ടിയിട്ടുണ്ട്. ചിക്കൻ സ്റ്റോപ്പ്. ഇത് 1/2 കിലോനെ നമ്മൾ വാങ്ങുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾക്ക് 2 പേർക്ക് കഴിക്കാനല്ലേ. 1/2 കിലോ അത് മതി. അത് മതി. भाई एक मिनट, ये कितना है? ये बस ये कितना होता है? 110 ഓക്കെ ബസ്. ഇത് 110 റുപ്യക്കുള്ളതാണ്. 110 റുപ്യക്കുള്ളതാണ്. ഇത് മതി ലൂക്കോ. ഇതന്നെ അത്യാവശ്യം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഉഷാറായിട്ട് കഴിക്കാനുണ്ടാവും. 1/2 കിലോ നമുക്ക് 430 ഗ്രാമൊക്കെ ഉള്ളൂ. അത് മതി. ഉഷാറായിട്ടൊന്ന് കുറച്ച് കിട്ടിയാൽ പീസ് കറി ചോട്ട പീസ്, ചെറിയ പീസാക്കിയാൽ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ചട്ടിയിലും മുള്ളൊക്കെ വേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അത്ര സാധനം കൂടി ഈ ടൗണിൽ തന്നെ കിട്ടുവാണെങ്കിൽ അടുത്തൊരു ഏരിയയിൽ തന്നെ നമ്മൾക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മുടെ സാധനം കിട്ടിയത് നമുക്ക് പേടിഎം നമ്മുടെ കയ്യിൽ 260 ഇവിടെ ഉണ്ടാവില്ല. ചിക്കൻ്റെ വില 260. ചിക്കൻ വാങ്ങി കുക്ക് ചെയ്താ നമ്മളവിടെ നിരോധിച്ച ഒരു കവറാണത്, കറുപ്പലൊക്കെ. ഇവിടെ നിന്ന് എവിടുന്നേലും കിട്ടും. അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടോ വണ്ടി, അവിടെയാണ്. ഇവിടെ ഇങ്ങനെ പച്ചക്കറി കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി പോവുകയാണ് നമ്മൾ. ഇതൊക്കെ ധാരാളം ഉണ്ട്. ഇഞ്ചി എവിടെ കിട്ടുകയാണോ? ഫ്രഷ് തക്കാളി കേട്ടോ. തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തക്കാളി. പത്ത് റുപ്യക്കൊക്കെ വാങ്ങണം. അതൊക്കെ ആയിക്കോട്ടെ. അല്ലാതെ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, വില കുറവാണ്. അപ്പോൾ നമ്മൾ 10 റുപ്യക്ക് വാങ്ങേണ്ടി വരും. ഉള്ളി വേണ്ടേ? കുറച്ചധികം എടുത്ത ഉള്ളി. ഇരുപത് റുപ്യ കിലോന് വെറും 20 റുപ്യ ഉള്ളി.
അതെ വേറെ എന്തേലൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഈ വെളുത്തുള്ളി കിട്ടിയത്. മറ്റു സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. അതിനിടയിൽ കൂടെ ആകെ കൺഫ്യൂഷനായി. ഓക്കെ, നമ്മുടെ വണ്ടി താഴെ കിടക്കണം അവിടെയാണ്. നമ്മുടെ വണ്ടി കാണാത്തടത്താണുള്ളത്. ഞങ്ങൾ ഇത്രയും ദൂരം ഒന്നും വണ്ടി അങ്ങനെ റോട്ടിൽ നിർത്തി പോരാറില്ല. ഇനി നമുക്ക് എന്താ വേണ്ടതറ? ഇനിയിപ്പോൾ ഒന്നും വേണ്ടല്ലോ. ബേക്കറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വേണോ? വേണ്ടല്ലേ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇനി നേരെ വണ്ടിയിൽ പോയിട്ട് നമുക്ക് ആ അടുത്തൊരു സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ചീരുള്ളി ഇട്ടില്ലല്ലേ? ചീരുള്ളി ഇല്ല കൈ, ചീരുള്ളി ഇല്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ തൽക്കാലം ഈ വല്ലുള്ളി വെച്ച് തന്നെ വാട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു കറി, ഒരു ചിക്കൻ വേവിക്കുക എന്നുള്ളൊരു കറി അല്ലേ. ചിക്കൻ മസാല വാങ്ങിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ വാങ്ങിയത് ചിക്കൻ മസാല. ഓക്കെ, സംഭവം ചിക്കൻ കിട്ടി. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴി കണ്ട ഇതൊരുമാതിരി ആളൊഴിഞ്ഞ സ്ഥലമാണ്. എവിടേക്കാ ഇയാളൊക്കെ നടന്നു പോകണ ഈ സ്ഥലം? ഒരു അന്തല്ലാത്ത ഏരിയ ആണ് ഇതൊക്കെ. അതായത് എവിടേക്കെന്ന് കരുതിയിട്ടാണ് അത് പോകണതില്. ഇവിടെ അടുത്തൊന്നും ഒരു കടകളൊന്നും കാണാമല്ലോ. അതെ, കടയില്ല, ടൗണില്ല, ഒന്നുമില്ല. അതിന് ചാരിയ പോകുന്നതേ അതെ, അങ്ങനെയാണ് അതുപോലെ തന്നെ ധാരാളം വിൻഡ് മില്ലുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ്. ആ ഒരു വഴിക്കൊക്കെ ഇതുപോലെ വിൻഡ് മില്ലുകളാണ്. ചെങ്ങന്മാരെ, ഈ കാണുന്ന റോഡ് നമ്മൾ ഇതുവഴി ആയിട്ട് പോകുന്നിരുന്ന ഒരു ഹൈവേ ആണ്. സിർദി നാസിക്കിലേക്ക് പോകുന്ന ഷിർഡി നാഷിക് ഹൈവേ ആണത്. ആ ഹൈവേയുടെ ഞങ്ങൾ തണൽ കുറേ നോക്കിയിട്ട്, അപ്പോൾ ഈ ഒരു ഇല പൊഴിഞ്ഞ ഈ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിനി ചിക്കൻ മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ 12 മണിയായി. ഇനിയും സ്ഥലം തപ്പി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം വിശന്ന് നിൽക്കുമ്പോഴേക്കാരം നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ തന്നെ അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ നേരത്തെ നമുക്ക് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മളെ സ്ഥലം തയ്യാറാക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലൊക്കെ അടുപ്പ് വെച്ചിട്ട് ഉഷാറായിട്ട് കുക്ക് ചെയ്യാം. വലിയൊരു വെയിലൊന്നുമില്ല, എന്നാൽ ചെറിയ തണലും ഉള്ളേനും. ഗൈസ്, നമ്മൾ ഈ സാധനം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചതയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ കളിക്കുക. വണ്ടി പോകുമ്പോൾ ഇങ്ങനെ കളിക്കും. ആകെ പൊടിയായിട്ട് ഇതിനുള്ളിൽ പറഞ്ഞു പൊടി വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ. ഇതൊന്ന് കഴുകിയെടുക്കട്ടോ കേട്ടോ. ആദ്യം നമുക്ക് ഇവനെ ഇതിനെന്താ പറയുക, ഒലക്കയാണ്. ആദ്യം ഇവനെ കഴുകിയെടുക്കാം. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്ന കരുതിയതല്ല. ചിക്കനൊന്നും ഉണ്ടാക്കുന്ന പ്രതീക്ഷിച്ചല്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ചിക്കൻ കഴിക്കാൻ. അപ്പോൾ ഞങ്ങളൊരു ദിവസം എന്താട്ടി ധാബയിൽ നിന്ന് കഴിച്ചു. ധാബയിൽ നിന്ന് കഴിക്കുന്നതിനല്ല, ധാബയിൽ നിന്ന് കഴിച്ചപ്പോൾ 160 റുപ്യ ചിക്കന്, 160 രൂപ, 4 പീസ് ചിക്കൻ. മുട്ടയ്ക്ക് അവിടെ എത്ര അറിയാം? ഒരു ആംപ്ലേറ്റിന് 60 റുപ്യ, ഒരു ഡബിൾ ആംപ്ലേറ്റിന് 60 രൂപ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ്. നമ്മൾ ഇതേപോലെ നമുക്ക് കുക്ക് ചെയ്താലും മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളക്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി. ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് വല്ലുള്ളിൻ്റെ ഒരു പീസ് തന്നെ ഇട്ട് നമുക്ക് തൽക്കാലം ചതക്കാം, മസാല ഉണ്ടാക്കാം. അപ്പോൾ 4 ഉള്ളി, 4 മുളക്, 1 ഇഞ്ചി കഷ്ണം. ഇഞ്ചി ഇത് ഫുള്ളൊന്നും വേണ്ട, പിന്നെ ഇതിൻ്റെ പകുതി മതി. ഇത് ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് എടുക്കണം നമ്മൾ, എന്നാലും അതിൻ്റെ ചെറുള്ളിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഒരു 2 വെളുത്തുള്ളി. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി, ഇതൊന്നൊരു വൃത്തിയാക്കി എടുക്കട്ടോ കേട്ടോ. 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതൊക്കെ മതിയാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ വെളുത്തുള്ളി ഉണ്ട്, അത്യാവശ്യത്തിനടുത്തുണ്ട്. അപ്പോൾ നമുക്ക് എല്ലതും കുറച്ചീച്ചേ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇതിലിട്ട് ഇതിൽ കുത്തിച്ചതക്കല്ലേ. അപ്പോൾ എല്ലതും കുറച്ചെടുത്ത് ഇങ്ങനെ കുത്തിച്ചതക്കുക. ഓക്കെ. ചെറുള്ളി ഇല്ലാത്തതിൻ്റെ ക്ഷീണം നല്ലോണം കേട്ടോ. കാരണം ചെറുള്ളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മജ റെഡി ആവുള്ളൂ. വെല്ലുള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതായി. അപ്പോൾ മസാല റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. 1/2 കിലോ ചിക്കനൊക്കെ അല്ലേ, ഇത് മതിയാവും.
പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വെക്കാം വെക്കോ കേട്ടോ. ഇത് ഇപ്പോൾ കഴുകിയില്ലെങ്കിൽ കുഴപ്പമില്ല, കടന്നോട്ടെ. അപ്പോൾ ഒന്ന് അവിടെ വെക്കാം. ഇനി ചിക്കൻ എടുക്കുക, ചിക്കൻ കഴുകുക. കുറച്ച് ചിക്കൻ മതി. ഓ ധാരാളം. കഴുകിയ ഇത് കഴുകുക, ഞാൻ കഴുകണോ? കഴുകൂലേ? ശരിക്കും കഴുകട്ടോ, ആ ചോരയൊക്കെ നല്ല. ഇത് കണ്ടാൽ ഈ സ്ഥലമൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ നല്ലൊരു വൈബ് തന്നെയാണ്. പക്ഷേ എങ്കിൽ ഇവിടെ ഈ മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഒരു വരൾച്ചയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വരൾച്ചയാണ് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. 2 കൈകൾ കഴുകുക നമുക്ക്. ഇതിന്നൊരു കഴുകിയിട്ട് ഒരു പ്ലേറ്റ് ആക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിൽ തന്നെ ഊറ്റി വെച്ചാൽ മതി കഴുകിയിട്ട്. ഈ ചട്ടിന്ന് മാറ്റണം കേട്ടോ, ചട്ടി വെക്കാൻ പോകണം അടുപ്പത്ത്. അങ്ങനെ അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ പരിപാടി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ എന്നൊക്കെ ഒരു മിനിറ്റ്, ഒന്നുകൂടി വറ്റണ്ട്. ഓക്കെ വെച്ചോ. അടക്കം. ഇനി ഇജ്ജ് എന്താട്ടണം അറിയോ? ഈ ടൈമിൽ കുറച്ച് സവാള വെട്ടണം. 1, പിന്നെ ആ ഒരു മുറി വേഗമാണ് കേട്ടോ, കത്തിയതവിടെ. അപ്പോൾ നമ്മുടെ മസാല നമ്മളാദ്യം ഒന്ന് വാറ്റിയെടുക്കണം. ഇതൊക്കെ നമ്മുടെ ഉള്ളി തക്കാളി കാര്യങ്ങൾ അല്ലേ? ഇതെന്താ വെച്ചാൽ ഒരു തട്ടിപ്പൂട്ട് പരിപാടിയാണ്. പരിപാടി നിങ്ങൾ കരുതിയ പോലെ ആവില്ല, ഞങ്ങൾ കരുതിയ പോലെ ആവോ? അതെ. ഇത് നല്ല റെസിപ്പി കേട്ടോ, അത് മാനെ കണ്ടു പഠിച്ചോളി. ഞങ്ങളൊന്നും സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാക്കലെന്നൊന്നും പറയരുതായിരുന്നു, കാരണം ഇങ്ങനെയും ഉണ്ടാക്കാം. അതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി. ഇങ്ങനെയും ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുളകൊക്കെ ഏറിയിട്ട് എന്നോട് പറയാം. ഓക്കെ, മസാല നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടില്ലേ? ഉപ്പിട്ടിട്ടില്ല. ഇത് വെറും ഉള്ളിയും തക്കാളിയും മുളകും മസാല കൂടുതലുണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് ഒന്ന് ആസ്വദിച്ച് കഴിക്കാനാണ്. റെഡി ആകുമോ അറിയില്ല, കുറേ വെച്ചിട്ട്. റെഡി ആയാൽ റെഡി ആവും അല്ലേ? അതെ. ഞാൻ മസാല ചിക്കൻ മസാല നമ്മളെ മസാലപ്പൊടിയില്ലേ? ഓക്കെ അതാ പൊട്ടിച്ചിട്ടുണ്ട്. ഒന്ന് കടിച്ചിതാക്കാനുണ്ട്. കടി ചേർത്തിക്കണുണ്ട്. ചിക്കൻ മസാല 1 കിലോനൊക്കെ അതുണ്ടാവും. മതിയോ? നല്ല സ്മെല്ലുണ്ടടാ. ഉണ്ടല്ലേ? സ്മെല്ലിന് കുറവും പാടില്ല. ഇനി നമ്മുടെ പരിപാടി ചിക്കനെ ഇതിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. അവൻ അത്യാവശ്യം വാടി കുഴഞ്ഞിട്ടുണ്ട്. ഈ ചിക്കനെ ഇങ്ങനെ ഇതിലേക്ക് കടത്തും. അപ്പോൾ ചിക്കനെ നമ്മളങ്ങനെ കടത്തിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതെ, ഫുള്ള് മസാലകൾ ഓൻ്റെ നെഞ്ഞത്തു കൂടെയും ഓൻ്റെ കൂടെയൊക്കെ കയറ്റണം. കംപ്ലീറ്റ് ആയിട്ട് കയറ്റി പിടിപ്പിക്കണം. ചിക്കൻ തലയിൽ മിക്കി ഇറങ്ങി. അപ്പം അങ്ങനെ മസാല നമുക്ക് ഉപ്പും മല്ലിയും മുളകും കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. അതെ. സംഭവം സാധനം നല്ല ഉണ്ടല്ലോ. ഇപ്പോൾ ഉണ്ട് 2 നേരത്തിനോ അല്ലാതെ തന്നുണ്ട്. സംഭവം നല്ല ഉപ്പും മല്ലിയും മുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ ഉണ്ടാക്കാന് സംഭവം ഇപ്പം എന്തായി, സെറ്റായി. ഇനി കുറച്ചൊന്നടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാം അല്ലേ? അതെ. നല്ല മണം. ഇവിടത്തെ ചിക്കൻ്റെ സ്മെല്ല് ഇവിടുന്ന് നമ്മൾ അന്ന് ചിക്കൻ കഴിച്ചില്ലേ? അതെ, അതേ സ്മെല്ല് സംഭവം കേട്ടോ.
കഴിക്കൽ കണ്ട പണിയില്ല. അതിനാണ് കോട്ടൻ്റെ തുണികൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതായി ഇനി നമ്മളെന്തായിട്ട് അറിയാം. അപ്പോൾ മസാല അത്യാവശ്യം പിടിച്ചിക്കണേ. ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ബാക്കി പരിപാടി. ഇനി അടക്കട്ടെ. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിങ്ങനെ അടച്ച് വെച്ചിക്കണം. മസാലകൾ ഇനി ഇടേണ്ടി വരും. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ താൽക്കാലിക ഒരു മസാല ഇട്ടിട്ടൊക്കെയാണ്. ഇനി ഇത് കഴുകാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ആ ഒരു ടൈമാണ് ഇന്നത്തെ ഈ ടൈം. ഇത് ഈ കവർന്ന് മാറ്റിയിട്ട് കൊട്ടേക്കാൻ ഇടണം. ഓ ഭയങ്കര തളയാട്ടാ. നല്ല സ്മെല്ലും ഉണ്ട്. പക്ഷേങ്കിൽ നമ്മളെ ചിക്കൻ്റെ സ്മെല്ലല്ല കിട്ടുന്നത്. ഇവിടുത്തെ മസാല കൈ ചൂണ്ടോ ഇവിടെ ഭയങ്കര പേടിയാണ്. എന്തേലും കമ്മികൾ ഉണ്ടാവും. നമുക്കിപ്പോൾ ഇത് ഉപ്പ് സ്ഥലം ഉപ്പുണ്ട്, എരുണ്ട്, മുളകുണ്ട്. പിന്നെ അത് കൂടെ ചെയ്യാൻ നോട്ടെ. ഉപ്പ്, മല്ലി, മുളക് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മുളക് നമ്മളതുണ്ട്. അതായത് തക്കാളി കുറച്ച് കൂടിയിരിക്കണം. അതെ, തക്കാളിൻ്റെ ഒരു പുളിപ്പ് കിട്ടുന്നുണ്ട്. അല്ല മുളക് ഇനി കുറച്ചുകൂടി കഴിയട്ടെ. കുറച്ച് ടൈം എടുക്കും കേട്ടോ. കുറച്ചുകൂടി കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഉഷാറാക്കാം. സെറ്റാക്കണം പരിപാടി. ഗായ്സ് ഞങ്ങൾ വലിയ ചിക്കൻ ഉണ്ടാക്കാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല. പ്രധാനപ്പെട്ട സാധനമാണ് മഞ്ഞള്. ഓ മൈ ഗോഡ്. കുറച്ച് വിടുക ഒരു തുള്ളിയും കൂടി. മതി. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയില്ലേ. മഞ്ഞൾ ഇപ്പോഴാട്ടെ കയറണ സാധനത്തേക്ക്. അതുപോട്ടെ. സാധനം കറി അടിപൊളിയായിക്കണേ. കളറൊക്കെ കൂട്ടി സംഭവം സെറ്റാട്ടോ. ഒന്നുകൂടി ഒരു പറ്റട്ടെ. സംഭവം ചിക്കനൊക്കെ വെന്താണ്. ഒന്നുകൂടെ പറ്റട്ടെ. ഒന്ന് ദമ്മിട്ടാല. ദമ്മിട. അതായത് ഫുൾ ഓപ്ഷൻ വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ചൊരു കറി വേണ്ട വെക്കോ. അതെ, ഇത്ര മതി അല്ലേ? ഓഫാക്കല്ലേ? ഓഫാക്കാണ്. നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞിരിക്കുന്നു. കറിവേപ്പിലൊന്നും നമ്മൾക്കില്ല ഇതിനിടാൻ. കലാഷ്മ ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. ഒരു ഇളം പരിപാടി. ഇളം തന്നൽ കുളിരുമായൊരു കുയിൽ കുറച്ച് വിളിച്ചു. ഏട്ടൻ പോയി കുളിച്ച് വന്നോളൂ. അപ്പേക്ക് ചോറെടുത്ത് വെക്കാം. നന്ദനത്തിലോ നന്ദനം അയ്യാണോ. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഈ വണ്ടി എടുത്തിടുക. അവിടെ അങ്ങോട്ട് കണ്ടോ. അവിടെ കാണുന്ന തണലിലേക്ക് മാറ്റണം. കാരണം ഇവിടെ വെയിലായി. ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് കഴിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റണം. വണ്ടിക്ക് എല്ലാ സാധനങ്ങളും കയറ്റണം. ഇതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഒക്കെ ഒന്ന് ഒഴിവാക്കട്ടെ. അതെ, ചിക്കന് കാണാനൊക്കെ നല്ല രസമുണ്ട് അല്ലേ? ഇപ്പോൾ നല്ല മസാല ഒക്കെ കയറി അടിപൊളിയായിട്ടുണ്ട്. കാണാനൊക്കെ നല്ല സ്മെല്ലും ഉണ്ട്. നമ്മളെ സ്മെല്ലും ഇടയിൽ കയറുന്നുണ്ട്. ഈ റൈസ് ഉണ്ട് അത് ഇവിടുത്തെ അരിയാണ്. ഇവിടുത്തെ അരി നല്ലൊരു എന്താ നെയ്ച്ചോറിൻ്റെ അല്ലേ തീര് തരുന്നൊരു അരിയാണ്. പ്ലേറ്റ് വേണ്ട. വേണമെങ്കിൽ എടുക്കാം. മസാല കുറച്ചെടുത്തോ. ഗ്രേവി. പിന്നെ നമ്മൾ മുട്ട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ മുട്ട അതും എടുക്കുന്നുണ്ട് ഓരോന്ന്. എന്നാൽ ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഒരു പീസ് ചിക്കൻ നോണ ഞങ്ങളിപ്പോൾ അറിയില്ല. നല്ലതാണെങ്കിൽ നല്ലത്. നല്ലതാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശമായി തന്നെ. വെച്ചാണെങ്കിൽ വായിൽ ഊറിയിട്ട് അറിയാം. ഉണ്ട് നെയ്ച്ചോറും ചിക്കൻ തിന്നോ? ആടാ ഞാൻ സത്യം പറയാം. ഇത് നോക്കാം. എൻ്റെ ഫീലൊന്ന് പറഞ്ഞു. ഇത് നോണ പറയണ്ട കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ മതി. സത്യമായിട്ടുള്ള എൻ്റെ അനുഭവം എന്താ? എനിക്ക് എരിവ് കുറച്ച് ഏറിയ മാതിരിക്കണേ. എല്ലാം പാകാണ് അല്ലേ? നമ്മൾ ഈ വെളുത്തുള്ളിൻ്റെ ചെറുള്ളിൻ്റെ പോരായ്മ ഉണ്ടെങ്കിലും അതുപോലെ കറിവേപ്പിലിൻ്റെ പോരായ്മ ഒക്കെ ഉണ്ടെങ്കിലും സംഭവം ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ? അടിപൊളിയായി. അവൻ എന്നാൽ അവന് ഭക്ഷണം കഴിക്കട്ടെ. ഫുള്ളായിട്ട് അവൻ കഴിച്ചു തീർക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ?
നമ്മൾ ഈ ഹൈവേയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. കുറച്ച് നേരം 1 മണിക്കൂറായില്ല റണ്ണിങ് തുടങ്ങിയിട്ട്. 1 മണിക്കൂർ റണ്ണിങ് ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ട് കുക്കൊക്കെ വേറെ ലുക്കിലാണ്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായി നോക്കുക. അപ്പോൾ അവിടെ ഒരു വണ്ടി ഉണ്ടോ, അതുപോലെ തന്നെ നമ്മളുടെ ഈ റോട്ടിൽ ഇഷ്ടംപോലെ തവണ ഞങ്ങൾ പോരുമ്പോൾ ഇതുപോലത്തെ ടെൻറ്റുകൾ കണ്ടു അല്ലേ? അത് എന്താണ് ഇവിടെ എന്തോ ഒരു ഉത്സവം അല്ലെങ്കിൽ എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഇത് തണലിങ്ങനെ ഇരിക്കുവാണ്. വണ്ടിക്ക് ഇന്നലെയൊക്കെ സ്റ്റാർട്ടിങ്ങിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിന് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളുടെ മറ്റാ ഒരു പ്രോബ്ലം അതോടുകൂടി അവസാനിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഓയിൽ ലീക്കും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് വേറെ കുറേക്കുണ്ട്. ഇപ്പോൾ വീണ്ടും സഹായിക്കുകയാണ്. അവനൊരു ദാഹജലം കുട്ടി നൽകിയിരിക്കുകയാണ്. വെള്ളം കുടിക്കട്ടെ ഞാൻ. അപ്പോൾ എന്തായാലും ഓ ഭായ് भाई साहब भाई ये क्या है पालकी हाँ ഈ സിരിട്ടിക്കയിൽ എന്തോ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളീ പോകുന്ന ഹൈവേ ഉണ്ടല്ലോ, അവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടേക്കാണ് ഇവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കുള്ള ഓരോ ടെൻറ്റുകളാണ്, വിശ്രമ സ്ഥലങ്ങളാണത്. ഇതൊക്കെ വിശ്രമ സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇവർക്ക് കുളിക്കാനുള്ള വെള്ളങ്ങൾ ഇതേപോലെ ഇങ്ങനെ ലോറികളിൽ വരും. ടാങ്കർ ലോറികളിലും ഇതുപോലത്തെ ലോറികളിൽ ഭക്ഷണമൊക്കെ ഇതുപോലത്തെ ലോറികളിൽ വരും. ഇവർക്ക് ഡ്രസ്സും കാര്യമൊക്കെ അവർ കരുതണം. പിന്നെ കുളിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീണ്ടും ഇവർ നടന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? നമുക്കൊന്ന് പോകണം എന്നാണ്. ഏതായാലും ഞങ്ങൾ ആ വഴിക്കാണ്. അവിടെ ഒന്ന് പോയാൽ എന്താ അവസ്ഥ? നമ്മളെ നാട്ടിൽ ശബരിമലക്കൊക്കെ പോകണ പോലെ എത്ര ആൾക്കാരെ വണ്ടികളുണ്ട്, കുടിക്കാൻ വെള്ളം ഭക്ഷണം ഒക്കെ ഉണ്ട്. നോക്കിയാൽ വണ്ടിയിൽ എത്ര ആൾക്കാർ. അതെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നുണ്ട്. അതെ മക്കളെ ലോണാറിലേക്ക് പോകുന്ന ഒരു വഴിയാണത്. നമ്മൾക്ക് 2 വഴിയുണ്ട്. ഹൈവേയിലൂടെ പോവാം. പക്ഷേങ്കിൽ ഞങ്ങൾ ബൈക്കിൻ്റെ അത് ഞങ്ങൾക്ക് ഹൈവേ പേച്ചതാണ്. പേച്ചിങ്ങനെ കയറി പോകുന്ന റൂട്ടാണ്. ഇതിന് എവിടെ നിൽക്കാൻ പറ്റും എന്താണെന്നൊന്നും അറിയില്ല. എവിടെ സ്റ്റേ കിട്ടുമെന്നൊന്നും. നല്ല മനോഹരം നല്ല സ്ഥലമാണ് അവിടെ. ആടുകളൊക്കെ മേച്ച് ഒരു പയ്യൻ കണ്ട ഇവനാണ് ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നത്. ചെമ്മരിയാടുണ്ട്, സാധാ ആടുകളുണ്ട്, എല്ലാ ആടുകളുണ്ട്. ഇവിടുന്ന് ഓരോ ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയായിരുന്നു. ബിസ്ക്കറ്റ് ഉണ്ടല്ലേ? ബിസ്ക്കറ്റ് ഉണ്ട്. ഞങ്ങളെ ചായ കുടിക്കാൻ ചെക്കനെ വിളിച്ചപ്പോൾ അവന് വേണ്ടാന്ന്. ആ ബിസ്ക്കറ്റ് എടുത്താൽ അവന് 2 ബിസ്ക്കറ്റ് എടുക്കാം നമുക്ക്. ഓന് 2 ബിസ്ക്കറ്റ്, ഓന് ബിസ്ക്കറ്റ് വേണ്ടാൻ പോലെ. എന്താ അപ്പം എൻ്റെ ഒരു ചേരാ പൈല വെക്കോ? ആ കൊടുത്താൽ അവൻ്റെ ചേലിന് 2 ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വാ ചെല്ല് പോയി കൊടുക്കേ. ഇന്നടാ ചെക്കന് വേണ്ട അറിയാണ്. എന്നിട്ട് മൂപ്പരടുത്തേക്ക് നോക്കിയോ, അവൻ്റെ അച്ഛനോ താത്ത ആരോ ഉണ്ട്. മൂപ്പരടുത്തേക്ക് വന്നിട്ട് നോക്കിയോ. അതെന്തൊരു പേടി, കഴിക്കാൻ എന്തൊരു പേടി ഉണ്ടാവുന്നു. നമ്മൾ അറിയാത്ത ആളുകളല്ലേ അല്ലേ? അത് ഈ ഒരു ചായ കുടിക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചയും കണ്ടിട്ടാണ്. കുക്കുവിന് എന്തൊരു മുഖത്തിനൊക്കെ ഒരു ക്ഷീണമുള്ള പോലെ ഉണ്ടല്ലോ. ആ ഉണ്ട്. രാവിലെ ഫുള്ള് പാട്ട് അലമ്പും കാര്യം. പിന്നെ ഭയങ്കര ചൂടായിരുന്നു അല്ലേ? പെലച്ചക്ക് പാട്ട് നമ്മള് 5 മണിക്ക് 6 മണിക്കേറ്റ് കൊടുത്തിട്ടുണ്ട്. 5 മണിക്ക് നല്ല തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓഫ് ആയിക്കണോ? നമ്മൾ ചെന്നപ്പോൾ തന്നെ ഉണ്ട് പാട്ട്. ഏതായാലും ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ കിടക്കാനുള്ളൊരു സ്പേസ് കിട്ടണം. ഇവിടെ നിന്നൊക്കെ സായിബാബാൻ്റെ അടുത്ത് പോകുന്ന ടീം ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. വേണ്ട ലോങ്ങ കൂടെ അവരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഭാഷ നമുക്ക് വണ്ടി അറിയാത്തതുകൊണ്ട് ചോദിക്കണ്ട. ഈ സ്ഥലത്ത് കിടന്നുറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? ഓ നല്ല സുഖമാണ്. ഇപ്പൊക്കെ ചൂടുമ്പോഴാണ്, പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കാറ്റുകൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. അതെ, കാരണം അത്രയും ഓപ്പൺ പ്ലേസ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കുന്നത്. പമ്പ് ചുറ്റും കൃഷിയിടങ്ങൾ, ഫ്രണ്ടിലൊക്കെ കൃഷി കഴിഞ്ഞിട്ടുണ്ട്. പാഞ്ഞു പോയിട്ട് ഇവിടെ ജമ്പ് ചെയ്ത് നേരെ വളർത്തി. അവിടെ കുളം ഉണ്ട് അല്ലേ? അവിടെ ചവിട്ടിട്ട് കൃഷി കുക്ക് കുറെ കണ്ടുകിട്ടെ, കൃഷി കണ്ടിട്ടുണ്ട്, ഫുള്ള് കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്തായാലും ഞങ്ങളുടെ സ്റ്റേ ഇന്ന് ഇവിടെയാണ്. ഇവിടെ ഇത് കരിമ്പാണ്. അപ്പുറത്ത് ഉള്ളിയുടെ തോട്ടമായിരുന്നു, അത് കഴിഞ്ഞു, അതൊക്കെ നിന്ന് പോയി. പിന്നെ ഇപ്പോൾ ഇവിടെ ഇന്റർലോക്കിന്റെ വർക്കൊക്കെ ഈ പമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, നടന്നിട്ടില്ല.
TPABൻ്റെ ഇഷ്ടിക ചെയ്യണം പോലോ PB ഒക്കെ ഇംഗ്ലീഷാണല്ലോ ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ ഇംഗ്ലീഷാ. അതെന്തായാലും ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഞങ്ങളുടെ കിടന്നുറങ്ങുന്നത് ഇവിടെയാണ്. നാളെ രാവിലെ കാണാം അല്ലേ, എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെയാണ്, ഈ പമ്പിൽ ആളുകളുണ്ടോ എന്നൊന്നും അറിയില്ല. നാളെ കാണാം. ഓക്കെ.